മമ്മൂട്ടി കറൻ്റ്ലി താമസിക്കുന്ന സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മമ്മൂക്ക ഉണ്ടോ? ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് മമ്മൂക്കയുടെ വീട് കാണാൻ പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മമ്മൂക്ക ആദ്യം താമസിച്ചിരുന്നത് കൊച്ചിയിലെ പനമ്പിള്ളി നഗറിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ചായിട്ട് മാറിയിട്ട് വേറൊരു ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മമ്മൂക്ക താമസിച്ചിരുന്ന ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പനമ്പിള്ളി നഗറിലെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഏരിയയാണ് ഈ പനമ്പിള്ളി നഗർ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു 1.5 വർഷമായിട്ട് താമസം തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല സെലിബ്രിറ്റി ടച്ചുള്ളൊരു റിച്ച് ഏരിയ തന്നെയാണ് കേട്ടോ പനമ്പിള്ളി നഗർ. പല സെലിബ്രിറ്റീസിൻ്റെയും ബൂട്ടിക്സ്, കോഫി ഷോപ്പ്, പ്രൊഡക്ഷൻ കമ്പനീസ്, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഏകദേശം അടുത്തടുത്ത് തന്നെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്കിന്ന് മമ്മൂക്കയുടെ വീടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മമ്മൂക്ക താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മമ്മൂക്ക ഫസ്റ്റ് താമസിച്ചിരുന്ന വീട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടയ്ക്ക് ഇപ്പോഴും DQ ഒക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് അവിടെ വന്ന് കാണാമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഇവിടേക്ക് വന്നതാണ്. നല്ല വെയിലുണ്ടായിരുന്നു. വെയിലൊന്നും പ്രശ്നമില്ലാതെ നമ്മൾ വന്നതാണ്. ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ദുൽഖർ സൽമാനൊക്കെ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്ന് ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. വെറുതെ ഒരു ആഗ്രഹം മാത്രം. എന്തായാലും അതിനുള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആരുടെയൊക്കെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആക്ടർ കുഞ്ചൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി പോകുമ്പോഴൊക്കെ കുഞ്ചൻ സാറ് ഇടയ്ക്ക് ഇതുപോലെ പുറത്തുനിന്ന് ചെടി നനയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റാറുണ്ട് എന്നാണ് ഇവിടെയുള്ള നൈബേഴ്സൊക്കെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അതും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ യാഥാർത്ഥ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ചൻ സാറിൻ്റെ വീട്. തൊട്ടടുത്ത് തന്നെ മമ്മൂക്കായുടെ നൈബർ തന്നെയാണ് മൂപ്പര്. ഈ ഒരു സ്ഥലത്തുനിന്ന് പോയി പിന്നെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയി എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ആകെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഈ ഒരു വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പാർക്കാണ് കേട്ടോ. ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനമ്പിള്ളി നഗറിലെ സെൻട്രൽ പാർക്കാണ്. ഇവിടെ അടിപൊളിയാണ്. എപ്പോഴും ആൾക്കാരുണ്ടാവും. രാത്രി ആയാലും കാണാം. എപ്പോഴും കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും ഉണ്ടാവും. നല്ല വൈബ് ഉള്ള ഏരിയ ആണ്. ഞാൻ ശരിക്കും മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു 1.5 വർഷമായി പനമ്പിള്ളി നഗറിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ഓരോ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സരിത ജയസൂര്യയുടെ ബുട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാനൊന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്തായാലും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും കൂടി ചെയ്യാമല്ലോ. ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇതാണ് ബൂട്ടിക്ക. അവരിവിടെ ഇടയ്ക്ക് ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട്. ഞങ്ങൾ ഒരു തവണ അവർ കാറിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ തവണയെ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അനൂപ് ഉപാസനയുടെ സ്റ്റുഡിയോയുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പേളി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി നമ്മൾ ചുമ്മാ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഏതായാലും ആ വഴി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മമ്മൂക്ക ഇപ്പോൾ താമസിക്കുന്ന വീടാണ്. എളംകുളത്തുള്ള മമ്മൂക്കയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പനമ്പിള്ളി നഗറിൽ നിന്നും കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു എളംകുളം എന്ന് പറഞ്ഞ സ്ഥലവും ഉള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വഴി അറിയണ്ടായിരുന്നില്ല. അവിടെയുള്ളൊരു ആളോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ ദാ ആ കാണുന്ന ഗേറ്റ് കണ്ടില്ലേ, അതാണ് ഗൈസ് മമ്മൂക്കയുടെ വീട്. മമ്മൂട്ടി കറൻ്റ്ലി താമസിക്കുന്ന സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മമ്മൂക്ക ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട്. കണ്ടോ, 369 മമ്മൂക്കയുടെ എല്ലാ വണ്ടിയുടെ എല്ലാറ്റിൻ്റെയും നമ്പറാണ്. ലെറ്റർ M ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ബൈ മമ്മൂക്ക. അപ്പോൾ എന്തായാലും ഒരു വെയിലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ അവിടേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയി നിന്ന് മമ്മൂക്കയെ കണ്ടില്ലെങ്കിലും ഗേറ്റിന് മുന്നിൽ നിന്നെങ്കിലും 2 ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിനോ കാര്യങ്ങളോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ ഗേറ്റിൻ്റെ അപ്പുറത്തൊരു വലിയ ലോകം തന്നെയാണ് കേട്ടോ. അത്രയും അടിപൊളി വീടാണ്. നമ്മൾ ആദ്യം നമുക്ക് താമസിച്ചിരുന്ന ആ ഒരു വീടിനേക്കാൾ എത്രയോ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു വീട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക.
അപ്പോൾ മമ്മൂക്കയെ കണ്ടില്ലെങ്കിലും വീടിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത സന്തോഷത്തിൽ ഞാൻ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.